ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തമക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും രോഗശാന്തിയും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ എല്ലാവരിലും കൃപ ചൊരിയണമേ. അസുഖങ്ങളെല്ലാം മാറണം. എല്ലാ മക്കളും നന്നായി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. അച്യുതൻ്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛ മറ്റൊന്നിലും കൈവരാ നിർണയം. വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണ രാമ ഹരേ. ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കിവൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം കൃഷ്ണ രാമ ഹരേ. ഈശ്വരാധീനം എന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൊൽപദാംബോരുഹം. വിശ്വരക്ഷാവിധൗ വിഷ്ണുവെന്നിത്ര നന്നാരുമോർത്തില്ലഹോ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ വാസുദേവ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. ഉത്തമൻ ദിഗ്ജയ പണ്ട് ദുഷ്ടൻ കലിവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതാൻ. ഇത്ര നന്നു യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണ രാമ ഹരേ. ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനിപ്രൗഢനെ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. കൃഷ്ണ രാമ ഹരേ നാരായണ. കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ. വൃഷ്ണിവംശോത്ഭവ കൈതൊഴുന്നീ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. നരകവൈരിയാമരവിന്ദാക്ഷൻ്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പുന്നീൻ അടുത്തു വാ ഉണ്ണി കണി കാൺമാൻ. മലർമതിൽ കാന്തൻ വാസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി. ചിലുചിലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും
മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനീ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ വശത്തു വാ ഉണ്ണി കണി കാൺമാൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാൺമാൻ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകി വാ കണി കാൺമാൻ. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് പാരായണം ചൊല്ലാം. അതായത് ഭഗവാന്റെ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോൾ വസുദേവരും പ്രാർത്ഥിച്ചു. അതിനുശേഷം മാതാവായ ദേവകി അമ്മയും പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ചേതസ മഹാമായ ദേവിയെ ശ്രജിച്ചപ്പോൾ മോദമാർന്നവൾ അംഗീകരിച്ചു ഭുവനങ്ങൾ. ആദിയെ ഗുണവാനാം നിൻ കനി ഉയർത്തതിൽ സേവ്യസേവക ഭാവഭേദങ്ങൾ തോന്നിച്ച് ഓരോ ദിവ്യന്മാർക്കുള്ളിൽ തെളിഞ്ഞിടിന ഭവൽപദം മാനസേ സകൽ സ്വപ്നവേളയിലെന്നാകിലും ധ്യാനിയാതവൻ മൃത്യു പന്നകത്തെയും കൊണ്ടു താനുടനെല്ലാടവും പാഞ്ഞു സംഭ്രമിക്കുന്നു. ദീനത ഒഴിഞ്ഞെഴും പാദഭക്തന്മാരെല്ലാം കാലഭീമുഖന്മാരായി വാഴുന്നു. സദൈവ സൽപാലന പരായണനായ നിൻ കൃപയാലേ ഇങ്ങനെ ജഗൽ പരിപാലകനായ ഭവാനിങ്ങനെ ഭോജാധിപൻ തങ്കലെ ഭയം കൊണ്ട് മങ്ങിയൊരു കോണിൽ കിടന്നു വലയുന്ന ഞങ്ങളെ കനിവോട് രക്ഷിച്ചു കൊള്ളേണമേ. അത് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചപ്പോൾ അമ്മയ്ക്ക്, അതായത് ദേവകിക്ക് അത്രമാത്രം ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും ഭയമുണ്ട് കംസനെ കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭോജാധിപൻ കാരണമുള്ള ഈ ഭയം കൊണ്ട് ഞങ്ങളെല്ലാവരും മങ്ങി ഇങ്ങനെ കോണിൽ കിടന്ന് വലയുവാണ്. കെട്ടുമുട്ടിയിട്ടേക്കല്ലേ, അന്ധകാരത്തിൽ ചങ്ങലക്കിട്ടേക്കല്ലേ. അതുകൊണ്ട് ഞങ്ങളെ കനിവോട് രക്ഷിച്ചു കൊള്ളണമേന്ന് ആ മാതാവായ അമ്മ കുഞ്ഞിനോട്, അത് ഭഗവാൻ കൃഷ്ണനോട് പറയുക പ്രാർത്ഥിച്ചുകൊണ്ട്. മന്നവൻ അതിക്രമിക്കുന്നവാർ ഓർത്തോർത്തുള്ളിൽ അന്യൂന ഭയം വളർന്നിടുന്നു. ജഗൽപതി നിന്നുടെ തിരുമുമ്പിൽ നിന്നു ഞാൻ പേടിപ്പതിന് അവകാശമില്ലെന്നല്ലീ മുഹുരതോ. ഭഗവാന്റെ മുമ്പിൽ നിന്ന് പേടിക്കാൻ അവകാശം ഇല്ലല്ലോ. എന്നാലും ഇവിടെ എന്ത് സംഭവിക്കുന്നു? വന്നു പോമല്ലോ ഭിന്നധൈര്യയായ, അതുകൊണ്ടും ധൈര്യമില്ലാത്തവളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് ഭഗവാൻ അവിടെ അടുത്തുണ്ട് എങ്കിലും ഭയക്കാതിരിക്കാം എന്ന് കണ്ടാലും അവർക്ക് ഭയം വരുന്നു. എന്താ കാരണം? വന്നു പോമല്ലോ ഭിന്നധൈര്യയായതുകൊണ്ടും, ധൈര്യമില്ലാത്തത് കൊണ്ടും, പിന്നെ അങ്ങ് അബലയാകുന്നതെന്ന് അതുകൊണ്ടും. സ്ത്രീകൾ അബലമാരാണല്ലോ. എന്നാൽ എൻ്റെ മകൻ കൃഷ്ണനാണ്, ഭഗവാൻ എൻ്റെ മുമ്പിലുണ്ട്, എനിക്ക് കംസനെ പേടിക്കണ്ട എന്നവർ കാണിക്കുന്നോ? ഇല്ല. ഭഗവാനോട് അത്രമാത്രം ഭക്തിപൂർവ്വം പറയുന്നു, ഞാൻ അബലയാണ്, ഭഗവാൻ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയമാണ്, ഞാൻ ധൈര്യമില്ലാത്തവളാണ്. കർമ്മവാസന കൊണ്ടും ഇങ്ങനെ ചപലയാം എൻ മനോമാലിന്യം തീർത്ത് ആനന്ദം നൽകണമേ. എൻ്റെ മനസ്സിൻ്റെ അജ്ഞത, അതായത് ഇരുള് മാറ്റി എനിക്ക് ആനന്ദം ഉണ്ടാക്കി തരണമേ.
കൽമഷാപഖ പരബ്രഹ്മ ചിന്മയമൂർത്തേ നിൻ മഹാവിഷ്ണുരൂപം ഈദൃശം അലൗകികം പ്രത്യക്ഷീകരിക്കരുതിങ്ങനെ മൂഢന്മാരാം മർത്യന്മാർക്കെല്ലാം അതിഭക്തന്മാർക്കകതാരിൽ സ്മർത്തവ്യം മറച്ചാലുള്ളയണം അല്ലാകിൽ ജഗത്തുൾത്താരിൽ ചേർത്ത ഭവാൻ എന്നുടെ ജഠരത്തിൽ പുക്കു നിന്ന് അവതരിച്ചിടിനാൻ എന്നുള്ള ദൗരുക്തി ചെയ്ത് ഏറ്റം ചിരിച്ചിടുവോരജ്ഞാനികൾ. ഭഗവാൻ എൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നെന്ന് അജ്ഞാനികൾ ഓർത്ത് ചിരിക്കും. അതാണ് ഇവിടുത്തെ അജ്ഞാനികൾ. അറിവില്ലാത്തവർ ഭഗവാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ അതുകൊണ്ട് മറച്ചരുളണം. ഭഗവാന്റെ ഈ വേഷം വിഷ്ണുരൂപം മറയ്ക്കണം. അതാണ് അവിടെ പറയുന്നത്. മർത്യന്മാർക്കെല്ലാം അതിഭക്തന്മാർക്ക് അകതാൽ സ്മർത്തവ്യം അതിനെ മറച്ച് അരുളയണം. അല്ലെങ്കിൽ എന്ത് വരും? ഈ ജഗത്ത് ഉൾത്താരിൽ ചേർത്ത ഭവാൻ എന്നോട് ജഠരത്തെ എൻ്റെ ഉദരത്തിൽ പുക്ക് നിന്ന് അവതരിച്ചിടാൻ എന്നുള്ള ദൗരുക്തി ചെയ്ത് ഏറ്റം ചിരിച്ചിടുവോരജ്ഞാനികൾ. തൽപ്രബന്ധങ്ങളൊന്നും ഞാൻ അറിയാതെ പരിചലിപ്പിക്കുന്നതും ക്ഷമിക്കണമേ ദയാനിധി. അറിവില്ലാതെ ഞാൻ എന്തൊക്കെയോ പറയുന്നു. അതായത് ഭഗവാൻ അവതരിച്ചുള്ള സന്തോഷവും ഭക്തിയും എല്ലാം ഉണ്ട്, ഇടയ്ക്കൂടെ ഭയവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് എനിക്കെന്നെ അറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഭഗവാനെ ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നേ, അത് ക്ഷമിക്കണമേന്ന് ഭഗവാൻ ആ കുഞ്ഞിനോട്, കുഞ്ഞായിട്ട് ഭഗവാൻ വിഷ്ണു രൂപത്തിലിരിക്കുകയാണ് കുട്ടിയാണെങ്കിലും. അപ്പോൾ അങ്ങനെ അല്പനേരത്തേക്ക് അവിടെ അത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ആ അമ്മ പറയുന്നു, ഞാൻ എന്തൊക്കെയോ ജലിപ്പിക്കുന്നു, ഞാൻ എന്താ പറയുന്നത്, കാരണം അവിടെ ഭയം വരുന്നെന്നും കംസനെ ഭയക്കുന്നതൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ ഭഗവാൻ എന്താണ് തീരുമാനിക്കുന്നത് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് അതൊക്കെ ക്ഷമിക്കണമേ ദയാനിധേ. ഇത്തം ദേവകീ വചനങ്ങൾ കേട്ട് അഖിലൈക വിത്തായ ജഗന്മയൻ തൽ പുരോഭുവി നിൽക്കും മാധുരാനനം പിതൃസാകം ആനന്ദം പൂണ്ടു ജാത കൗതുകം കടാക്ഷിച്ചരുൾ ചെയ്തിടിനാൻ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സന്തോഷിച്ച് അരുൾ ചെയ്യുന്നു. മാധവനായ ഞാൻ ഇന്ന് ഇങ്ങനെ, ഭഗവാൻ പറയുക, അമ്മയടുത്ത് പറയുക, ഞാൻ മാധവനായ ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങൾക്ക്, അതായത് ഇവിടെ ജനിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. മാധവനായ ഞാൻ ഇന്നിങ്ങനെ നിങ്ങൾക്ക് ഓരോ ബാധകൾ തീർപ്പാൻ മകനായതിൻ മൂലം കേൾപ്പിൻ. എന്താ ഇവിടെ ഞാനിങ്ങനെ വന്ന് അവതരിക്കേണ്ട കാര്യം അത് ഞാൻ പറയാം. ഓരോരോ ബാധകളാണല്ലോ ഇവിടെ ഭൂമിയിൽ ഉണ്ടാകുന്നത്, തീർക്കാനാണല്ലോ ഭഗവാൻ വരുന്നത്. എന്നാൽ ഇവിടെ ഈ അമ്മയുടെ മകൻ, ഈ അമ്മയുടെ അച്ഛൻ്റെയും ഭവനത്തിൽ അവതരിച്ച കാര്യം ഞാൻ പറയാം. പൂർവസർഗത്തിൽ, കഴിഞ്ഞ സർഗത്തിൽ, അവിടെ മുന്നേ ഉള്ള ജന്മങ്ങളിൽ സ്വയംഭുവനാം മനുവിൻ്റെ പൂർവകാലത്തിങ്കലുണ്ടായൊരു പുരാവൃത്ത മൂലമായി, അതാണ് കാരണം. സ്വയംഭുവനുവിൻ്റെ കാലത്ത്, പൂർവകാലത്തിൽ ഉണ്ടായൊരു പുരാവൃത്ത മൂലമായി സുതപസാം അഭിത പ്രജാപതി ശീലാദി ഗുണം തേടും പ്രശ്നിയാം മനോജ്ഞയാ സാകം അന്യുഹം മമ ധ്യാന പൂജകൾ ചെയ്തു ശോകമെന്നിയേ സുഖിച്ചങ്ങനെ വാഴും കാലം. ഇതിൻ്റെ തലമുറ, അതിൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിൽ ആരായിരുന്നു ഇവർ? സുതപസ, ആദ്യം സുതപസ അഭിത പ്രജാപതിയും നല്ല ശീലാദി ഗുണമുള്ള, എന്തുകൊണ്ടും ഗുണവാനായിരുന്നു. പൃശ്നിയ മനോജ്ഞയ, പൃശ്നിയാണ് അന്നത്തെ കാലത്തെ ആ ഭാര്യ. അവർ രണ്ടുപേരും ആയിരുന്നു. എന്താണ് അവർ ചെയ്തത്? മനോജ്ഞയാ സാകം അന്യുഖം മമ ധ്യാന പൂജകൾ ചെയ്ത് ശോകമെന്നിയേ സുഖിച്ച് അങ്ങനെ വാഴും കാലം. ഈശ്വരനെ നന്നായി ഭജിച്ച് പൂജകൾ ചെയ്ത് ധ്യാനിച്ചങ്ങനെ കഴിയുന്നൊരു കാലത്ത് സാദരം പ്രസാദിച്ചു ഞാനുടൻ പ്രത്യക്ഷനായി ആദിയിൽ പ്രദേശനോടിന്നിനി പ്രജകളെ സൃഷ്ടിച്ചു തുടങ്ങേണം വൈകാതെ. പുനരിതി സ്പഷ്ടമാമ വാക്യം കേട്ടതിനൊരുമിച്ചു കൽപ്പിച്ചോരളവ് തൽ ചിത്തമാലിന്യം നീങ്ങാഞ്ഞപ്പോഴത് അനുകൂലയായ തൽ പ്രശ്നിയോടും ഭക്തി പൂണ്ടെന്നെ ചിന്തിച്ച് അന്യസംഘങ്ങളെല്ലാം ഒക്കെ സംതരിച്ച് ആസാരാതപ ഹിമാദികൾ പെരുമഴ, ആസാര തപ ഹിമാദികൾ, തപം വേനൽ, മഞ്ഞ്, ഹിമം. പിന്നെ ആസാര തപം എന്ന് വെച്ചാൽ ആസാര പെരുമഴ. ഈ പെരുമഴയും
കടുത്ത വേനലും മഞ്ഞും എല്ലാം കൊണ്ട് എന്താ ചെയ്തത്? പൃശിനിയും ഈ സുതപസാം അഭിത പ്രജാപതി അതിഭക്തനായിരുന്നു. ചിത്തമാലിന്യമൊക്കെ നീങ്ങാഞ്ഞപ്പോൾ അനുകൂലമായ തൽപൃശിനിയോട് ഭക്തി പൂണ്ട് ഭഗവാൻ തന്നെ ചിന്തിച്ച് അന്യസംഘങ്ങൾ ഈ ലോക ചിന്തകളെല്ലാം ഒഴിച്ച് സന്ധ്യജിച്ചിട്ട് ഈ വലിയ മഴയും ചൂടും മഞ്ഞുമെല്ലാം കൊണ്ട് സർവവും സഹിച്ചുകൊണ്ട് ഏകാന്ത സമബുദ്ധിയാ സർവദാ സർവം പരമാത്മനെ സമർപ്പിച്ചു. അത്രമാത്രം തപസ്സോടുകൂടി ഇരുന്നവരാണ് ആദ്യം. അങ്ങനെ എല്ലാം ഭഗവാൻ പരമാത്മാവിനെ സമർപ്പിച്ചു. മനസ്സേ ഇന്ദ്രിയങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളും ജയിച്ച്, അതോ മനസ്സാകുന്ന ഇന്ദ്രിയവും പഞ്ചേന്ദ്രിയങ്ങളും ജയിച്ച് നിത്യം പരമാനന്ദാശയ ശുഷ്കപത്രമാരുത ജലസാധനങ്ങളും ഉപജീവിച്ചു നിരന്തരം. ഉണങ്ങിയ ഇലകളും മാരുത കാറ്റും വെള്ളവും ഇതൊക്കെ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ഉപജീവിച്ച് നിരന്തരം എന്ത് ചെയ്തു? മറ്റ് ലോകചിന്തകളെല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഭഗവാനെ ഈ ഉണങ്ങിയ ഇലയും വെള്ളവും ഒക്കെ കഴിച്ചും വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ടും തപസ്സിരുന്നു. എങ്ങനെയാ? മാധവനാകും മമ ധ്യാനമോടിരുവരും മേവിനാരൊരു 12000 ദിവ്യാബ്ദങ്ങളാവോളം ബഹുതപോനിഷ്ഠയോടിളകാതെ ഒരിളക്കവുമില്ലാതെ ഇത്രയും ദിവ്യാബ്ദങ്ങൾ അവൻ ബഹുതപം അത്രമാത്രം വലിയ തപസ്സായിരുന്നു. എന്തൊക്കെയാ? വെള്ളം വെറും ഉണക്കയിലേക്കാണ് ഭക്ഷിച്ചത്. വെയിലും അതിഭയങ്കരമായ മഴയും മഞ്ഞുമെല്ലാം കൊണ്ടും ഇങ്ങനെ ധ്യാനിച്ചു. അന്നു നിങ്ങളാൽ ധ്യാനിച്ചിടിന രൂപം പോലെ ഈ വസുദേവരും ദേവകിയായിരുന്നു ആദ്യം. ഇവർ തന്നെയാണ് ആ കാലം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കശ്യപ പ്രജാപതിയും അതിഥിയായിട്ട് വന്നു. ഇപ്പം വസുദേവരും ദേവകിയായിട്ട് വന്നു. ഇങ്ങനെ അവർ തന്നെയാണ് ആദ്യം വന്ന കാലം. ഇതെന്താ ഇവിടെ അവതരിക്കാൻ കാരണം? ഇത് ഈ മായ കൊണ്ട് ജനിക്കുമ്പം കഴിഞ്ഞത് മറന്നു പോകും ഈ മനുഷ്യർ. അതുകൊണ്ട് ദേവകയ്ക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇവിടെ വന്ന കാരണം ഇതാണ്, നിങ്ങൾ തപസ്സിൻ്റെ കാരണം കൊണ്ടാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ മാധവനാകും മമ ധ്യാനമോടിരുവരും മേവിനാരൊരു 12000 ദിവ്യാബ്ദങ്ങളാവോളം ബഹുതപോനിഷ്ഠയോടിളകാതെ അന്നു നിങ്ങളാൽ ധ്യാനിച്ചിടിന രൂപം പോലെ വന്നു ഞാൻ പ്രത്യക്ഷനായിടിനേനിതുപോലെ. അപ്പം ഇന്നിപ്പോൾ ഞാൻ എങ്ങനെ ഭഗവാൻ വന്ന് അവതരിച്ച അതുപോലെ അന്ന് നിങ്ങൾ എങ്ങനെ എന്നെ ധ്യാനിച്ചത് ആ രൂപം പോലെ അന്ന് ഞാൻ വന്നു നിങ്ങളുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെയാണ് ഇപ്പോഴും ഇവിടെ വന്നതെന്നാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വന്നു, നിങ്ങളാൽ ധ്യാനിച്ചിരുന്ന രൂപം പോലെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരുന്നു അന്ന് ഞാൻ വരേണ്ടത്, ആ മനസ്സിലെ സങ്കല്പം പോലെ അന്ന് നിങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വന്നു ഞാൻ പ്രത്യക്ഷനായിടിനേനിതുപോലെ. ഇപ്പം എങ്ങനെ വന്നു അതുപോലെ. ഇന്നുടൻ അഭിമതം ചൊല്ലുവരെന്നിങ്ങനെ ചൊന്നതു കേട്ടു വരദാന തൽപരനായ മൽപദം തൊഴുത് മന്മായയാ മോഹം കലർന്നിപ്പോഴി കാണായി വന്ന നീ ഇനി ഞങ്ങൾക്കേവം പുത്രനായി അവതരിച്ചിടണം അകക്കാമ്പിൽ. അന്നങ്ങനെ പറഞ്ഞു. അന്ന് പ്രത്യക്ഷം വന്നപ്പോൾ നിങ്ങൾ എന്താ അന്ന് പറഞ്ഞത്? ഇതുപോലെ എനിക്ക് മകനായി വരണമെന്നാണ് അന്ന് ആദ്യത്തെ കാലത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞ് മൽപദം തൊഴുത് മന്മായ മോഹം കലർന്നിപ്പോഴി കാണാൻ വന്ന നീന് ഞങ്ങൾക്കേവം. പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയാ അന്നോടെ പ്രത്യക്ഷത വന്നത് അതുപോലെ എനിക്ക് മകനായി വരണമെന്ന് നിങ്ങൾ രണ്ടുപേരും അന്ന് പ്രാർത്ഥിച്ചു. തപസ് ചെയ്തപ്പോൾ 12000 ദിവ്യാബ്ദങ്ങൾ തപസ്സിരുന്നപ്പോൾ ബഹുനിഷ്ഠയോടെ ഇരുന്നപ്പോൾ ഞാനവിടെ പ്രത്യക്ഷപ്പെട്ടു. അന്ന് ഞാനിങ്ങനെ എങ്ങനെയാ എന്നെ പ്രത്യക്ഷമായി കണ്ട് അതുപോലൊരു മകനെ വേണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെയാണ് അന്ന് വന്നത്. അങ്ങനെ പുത്രനായി അവതരിച്ചിടണം അകക്കാമ്പിൽ ഭക്തിയും സിദ്ധിക്കണം എന്ന അപേക്ഷയും ചൊല്ലി നിൽക്കുന്ന നിങ്ങൾക്കുള്ളിലുള്ള അഭിരുചിയെല്ലാം ഒക്കവേ സാധിക്കെന്നിങ്ങനെ വരം തന്നു മറഞ്ഞു ഞാനും. അങ്ങനെ അന്ന് വരം തന്നതാണ്. അങ്ങനെ ഞാൻ വീണ്ടും അന്ന് മറഞ്ഞു, വരമൊക്കെ തന്നിട്ട് മറഞ്ഞു. മേന്മേൽ അഖില സുഖം പൂണ്ട് നിറഞ്ഞ രാഗത്തോടെ മരുവും കാലത്തിങ്കൽ പിറന്നേനഹം പൃശ്നി തന്നെ ഗർഭത്തിൽ നിന്നറിഞ്ഞു സുതപാവം സൃഷ്ടിച്ചു തുടങ്ങിനാൻ. അങ്ങനെ ആ കാലം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് പോലെ തന്നെ മകനായി വരണമെന്ന് പറഞ്ഞതനുസരിച്ച് അന്ന് ഭഗവാൻ മകനായി വന്നു. ഗർഭത്തിൽ നിന്നറിഞ്ഞു സുതപാവ്. അന്ന് സുതപാവും പൃശ്നിയുമായിരുന്നു. സുതപാവ് ഭർത്താവും പൃശ്നി ഭാര്യയും.
അങ്ങനെ അന്ന് സൃഷ്ടിച്ചു തുടങ്ങി ഞാൻ പിന്നെ മറ്റൊരു മനു തന്നുടെ അതാദ്യം അങ്ങനെ വന്നു. പിന്നെ അടുത്ത അപ്പോൾ 3 പ്രാവശ്യമാണ് വന്നത്. പിന്നെ മറ്റൊരു മനു തന്നുടെ കാലത്തിങ്കൽ വന്നു കശ്യപ പ്രജാപതിയായ അവൻ താനും. അങ്ങനെ കശ്യപ പ്രജാപതിയായിട്ട് വന്നു. ആരാ? ഈ സുതപാവ്. പുണ്യശേഷേണ ജനിച്ചിടിനാൻ അതിഥിയാം. ഈ പൃശ്നി അതിഥിയായിട്ട് വന്നു. വിണ്ണവർ മാതാവായാൾ അന്ന് പൃശ്നിയും ചെമ്മി. അന്ന് എൻ്റെ മാതാവ് ആരായിരുന്നു? പൃശ്നിയായിരുന്നു. തമ്മിൽ അന്യോന്യം ചേർന്ന് ദമ്പതിമാരും മമ നിർമ്മല ധ്യാനത്തോടെ മേവിനാർ നിരന്തരം. അങ്ങനെ കശ്യപ പ്രജാപതി ആരായിട്ട് വന്നു? ഈ സുതപസ് കശ്യപ പ്രജാപതി വന്നു. പൃശ്നി ആരായിട്ട് വന്ന്? അതിഥിയായിട്ട്. പുണ്യശേഷണ ജനിച്ചിടനാൻ അതിഥിയാം വിണ്ണവർ മാതാവായാൾ അന്ന് പൃശ്നിയാണ് അതിഥിയായിട്ട് വന്നത്. അങ്ങനെ പൃശ്നിയും ചെമ്മേ തമ്മിൽ അന്യോന്യം ചേർന്നു ദമ്പതിമാരും മമ നിർമ്മല ധ്യാനത്തോടെ മേവിനാർ നിരന്തരം. അന്നു ഞാൻ ഉപേന്ദ്രനായി ചമഞ്ഞു തനയനായി അന്യജന്മങ്ങൾ തോറും പിന്നെയും അതുപോലെ. അങ്ങനെ ഓരോ പ്രാവശ്യവും ഭഗവാൻ തന്നെ അവതരിച്ചു. ഉപേന്ദ്രനായി വന്നു, മകൻ തനയൻ മകനായിട്ട് വന്നു. അന്യജന്മങ്ങൾ തോറും പിന്നെയും അതുപോലെ. നന്ദനന്മാരായി വന്നേ നിങ്ങളൻ മായാവശാൽ. ഭഗവാന്റെ മായ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മകനായിട്ട് വരുന്നത്. ഭഗവാൻ പരമാത്മാവായ മാധവൻ കൃഷ്ണൻ. അന്ന് ഞാൻ ഉപേന്ദ്രനായി ചമഞ്ഞു തനയനായി അന്യജന്മങ്ങൾ തോറും പിന്നെയും അതുപോലെ. അങ്ങനെ ഓരോരോ ജന്മങ്ങൾ എടുത്തപ്പോഴെല്ലാം ഇങ്ങനെ അവരുടെ തപസ് അങ്ങനെയായിരുന്നു. അങ്ങനെ വന്നു. നന്ദനന്മാരായി വന്നേ നിങ്ങളൻ മായാവശാൽ. അന്നന്ന് കൂടെ കൂടെ മറന്നാരെല്ലാ നാളും. മനുഷ്യൻ രൂപം എടുക്കുമ്പോൾ മറന്നു പോകും. മായ അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ പൂർവ്വജന്മത്തിൽ ഇങ്ങനെ അതിഥിയും കശ്യപ പ്രജാപതിയും ആയിരുന്നെന്നോ അതിന് ഉപേന്ദ്രനായി മകനായിട്ട് വന്നെന്നോ ഒന്നും ഓർമ്മ നിൽക്കത്തില്ല. ഇപ്പോൾ വസുദേവർക്കും ദേവയ്ക്കും അത് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ രീതി, ആ വിഷ്ണു രൂപം തന്നെ ഇവരെ കാട്ടിക്കൊടുത്ത് എന്താ ആ വരം അങ്ങനെ കിടക്കുന്നു, മകനായി വരണമെന്ന്. സാധാരണ ഒരു കുട്ടിയെ പോലെ കണ്ടാൽ അത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെയാണ് വന്നേക്കുന്നത് അറിയിക്കാൻ വേണ്ടി ആ രൂപത്തോടുകൂടി അവരെ കാണിച്ചു. ശംഖും ചക്രവും കിരീടവും എല്ലാമായിട്ട് മയിൽപ്പീലിയും എല്ലാമായിട്ട് കാണിച്ചു. അതുകൊണ്ട് അന്നന്ന് കൂടെ കൂടെ മറന്നാൽ എല്ലാ നാളും ഈ 3 പ്രാവശ്യം അവർ മറക്കുന്നു. ഇപ്പോഴും ഓർമ്മയില്ല. അതുകൊണ്ട് ഭഗവാൻ ഇതാ കാരണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അന്നു ഞാനീവം പരിഭൂതക രൂപം കാട്ടി തന്നിതാത്മജ സ്നേഹം പൂണ്ടു സേവിച്ചു നിത്യം നിർമ്മല ബ്രഹ്മാനന്ദ ഭക്തി പൂണ്ട് അനാരതം കർമ്മബന്ധങ്ങൾ ഒഴിഞ്ഞെന്നോടുകൂടം വണ്ണം. നിങ്ങൾ എന്തിനു ഒന്നു ചിന്തിക്കുന്നവ എല്ലാം അങ്ങനെ തന്നെ വരുമാർ അനുഗ്രഹിക്കുന്നേൻ. അന്നും അങ്ങനെ അനുഗ്രഹം കൊടുത്തു. അപ്പോൾ എന്താ ഇപ്പോഴ് ഈ ആത്മജ സ്നേഹം പൂണ്ട് സേവിച്ച് നിത്യം നിർമ്മല ബ്രഹ്മാനന്ദ ഭക്തി പൂണ്ട് അനാരതം കർമ്മബന്ധങ്ങളെല്ലാം ഒഴിഞ്ഞ് എന്നോട് കൂടും വണ്ണം നിങ്ങൾ എന്താണ് ഇനി ഒന്ന് ചിന്തിക്കുന്നു അതങ്ങനെ തന്നെ വരുമാർ അനുഗ്രഹിക്കുന്നെന്ന് ഭഗവാൻ പറഞ്ഞു. ഇപ്പോഴെന്താ ഈ രൂപം മാറ്റണം. കാരണം മറ്റുള്ളവർ കണ്ടാൽ അജ്ഞാനികൾക്കത് ശരിയല്ലല്ലോ. ഇങ്ങനെ ഒരു ഭഗവാൻ പരമാത്മാവ് ഇവരുടെ ഉദരത്തിൽ വന്ന് അവതരിച്ചു എന്ന് കേൾക്കുമ്പോൾ അറിവില്ലാത്തവർ കൊണ്ടാനടിക്കും, കളിയാക്കി ചിരിക്കും. അതുകൊണ്ട് ദേവകി പറയുന്നത് എന്താ, ഈ വിഷ്ണു രൂപം മറച്ചു പിടിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തിനു ഒന്ന് ചിന്തിക്കുന്നവയെല്ലാം അങ്ങനെ തന്നെ വരുമാർ അനുഗ്രഹിക്കുന്നേ. സന്ദേഹമൊഴിഞ്ഞു മന്മായാ സംഭ്രമങ്ങളും വന്നു കൂടരുതിനി ഒന്നുമേ നിങ്ങൾക്കിനി ഒരു സന്ദേഹം ഒന്നും പാടില്ല. മന്മായാ സംഭ്രമങ്ങളോ ഒന്നും വന്നുകൂടരുതിനി എന്നുമേ നിങ്ങൾ ഒരു വിഷമവും വന്നുകൂടാ. അങ്ങനെ അവയെല്ലാമെങ്കിൽ ഞാനിനി ഏതും മങ്ങാതെ കാന്ത്യ ബാലവേഷത്തെ ചമയുന്നീൻ. വിഷ്ണുരൂപം മാറ്റി അമ്മ പറഞ്ഞതനുസരിച്ച് എന്നാൽ ഞാനിങ്ങനെ മാറിക്കിടക്കാം. കാരണം സാധാരണ ബാലവേഷം ചമയാം. സാധാരണ മനുഷ്യരുടെ കുട്ടി എങ്ങനെയാണ് അതുപോലെ ഭഗവാൻ വിഷ്ണുരൂപം മാറ്റി അമ്മയുടെ വാക്കനുസരിച്ച് ഞാനിനി ഏതും മങ്ങാതെ കാന്തിയൊന്നും മങ്ങിപ്പോകത്തില്ല. ബാലവേഷത്തെ ചമയുന്ന മറ്റുള്ളവർ കാണുമ്പോൾ സാധാരണ മനുഷ്യക്കുട്ടിയെ പോലെ കിടക്കണം. അങ്ങനെ ഭഗവാൻ അങ്ങ് മറഞ്ഞു. ആ വിഷ്ണുരൂപം അങ്ങ് മാറി. ബാലനായി കിടന്നു ഞാൻ കരഞ്ഞു തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യണമെന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിങ്ങനെ ബാലനായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ബാലനായി കിടന്നു ഞാൻ കരഞ്ഞു തുടങ്ങുമ്പോൾ സാധാരണ കുട്ടികൾ കരയുമല്ലോ.
കാലം വൈകാതെ കംസൻ അറിഞ്ഞു വരും മുമ്പേ വേഗത്തോടെടുത്ത് എന്നെ കൊണ്ടുപോയി അമ്പാടിയിൽ പ്രാഗൽഭ്യമേറുന്നൊരു നന്ദിനി തൻ്റെ ചാരത്തു കിടത്തി വച്ച് അവൾ പെറ്റുണ്ടായൊരു ദാരിക തന്നെ കൊണ്ടുപോന്നുടൻ അവൻ ഇങ്ങു കോപിച്ചു കൊൽവാൻ വരുന്നേരത്ത് കാട്ടിക്കൊള്ളുവിൻ. കംസൻ അറിഞ്ഞു വരുന്നതിന് മുമ്പേ തന്നെ എന്നെ എടുത്ത് അമ്പാടിയിൽ കൊണ്ടുപോയി അവിടുത്തെ വിഷ്ണുമായിരിക്കുന്ന ദാരിക ആ കുഞ്ഞിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ എന്നെ എടുത്ത് അവിടെ കൊണ്ടാക്കൂ എന്ന് ഈ ദുഷ്ടനായ കംസൻ അറിഞ്ഞു വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ ആ കൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കോപിച്ച് കൊല്ലുവാൻ വരും ആരാ? കംസൻ. കരച്ചിൽ, കുഞ്ഞ് കരയുമ്പോൾ സാധാരണ കുട്ടികൾ കരയുമല്ലോ. ഇതിപ്പോൾ കംസനെ അറിയിക്കാൻ വേണ്ടി ഭഗവാൻ കരയും അപ്പോഴും. കാരണം ഇതെല്ലാം ഇത് പിന്നെ കുഞ്ഞ് അമ്പാടിയിൽ കൊണ്ട് വെച്ചിട്ട് അവിടുത്തെ കുഞ്ഞിനെ സ്ത്രീ പെൺകുഞ്ഞാ അതിനടുത്ത് ഇവിടെ കൊണ്ട് വന്ന് എല്ലാം കഴിയട്ടെ കരയത്തുള്ളു. കാരണം പെൺകുട്ടി കരഞ്ഞല്ലേ അല്ലെ അനുപ കരഞ്ഞാൽ ആൺകുട്ടിയെന്ന് അറിയത്തില്ലയോ. അത് പെൺകുട്ടിയായിട്ട് കരയണമെങ്കിൽ കുഞ്ഞ് വന്നേ മറ്റേ കുഞ്ഞിനോടെ കൊണ്ട് വെച്ചക്കല്ലേ അമ്പാടിയിൽ പോയി കൊണ്ടുവന്ന് കിടത്തിയിട്ടേ പറ്റൂ. അതുകൊണ്ട് അതിന് ഈ കംസൻ അറിഞ്ഞു വരുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ പ്രാഗൽഭ്യമേറുന്നൊരു നന്ദിനി തൻ്റെ ചാരത്തു കിടത്തി വെച്ച് അവൾ പെറ്റുണ്ടായൊരു, അതായത് യശോദ പെറ്റുണ്ടായൊരു ദാരിക കുട്ടി പെൺകുട്ടിയെ കൊണ്ട് അതിനെ തന്നെ കൊണ്ടുപോകുന്ന ഉടനെ അവൻ ഇങ്ങ് കോപിച്ച്, അതായത് ദുഷ്ടനായ കംസൻ കോപിച്ച് കൊല്ലുവാൻ വരുമല്ലോ. അന്നേരത്ത് ആ പെൺകുഞ്ഞിനെ കാണിച്ചു കൊടുക്കൂ. എന്നെ അതിനുമ്പായിട്ടെടുത്ത് അമ്പാടിൽ കൊണ്ട് നന്ദഗോപയുടെ യശോദയുടെയും മകനായ അവിടെ കൊണ്ട് കിടത്തു. എല്ലാവരെയും രണ്ടും ഒരേ സമയത്ത് പ്രസവിച്ചു. പക്ഷേ യശോദയൊക്കെ നന്നായി ഉറക്കം, അത്രമാത്രം ഉറങ്ങിക്കിടക്കുക, പ്രസവിച്ചൊന്നും അറിഞ്ഞിട്ടില്ല, ബോധം കെട്ട് ഉറങ്ങുന്നത് ഭഗവാന്റെ ശക്തി വിഷ്ണുമായ. അങ്ങനെ കോപിച്ചു കൊൽവാൻ വരുന്നേരത്ത് കാട്ടിക്കൊള്ളുവിൻ, പ്രാപിച്ച ബന്ധങ്ങൾ തൽക്കാലത്ത് നീങ്ങിക്കാണാം. ദേവക്യാനകപൂർവ്വതൊന്നുഭിമാരോടിത്തം ആവശ്യങ്ങളും അരുൾ ചെയ്തതാ ജഗന്നാഥൻ മോദേന കാണായി വന്ന വൈഷ്ണവരൂപം മറച്ചാദരാൽ ശിശുവേഷം ധരിച്ചു. അപ്പോൾ തന്നെ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാന്റെ വൈഷ്ണവ രൂപം മാറ്റി ശിശുവേഷം ധരിച്ച് സാധാരണ മനുഷ്യക്കുട്ടിയെ പോലെ കുഞ്ഞിൻ്റെ വേഷം ധരിച്ച് കാലും കയ്യും കുടഞ്ഞുടൻ ഓമനച്ചുണ്ടും കാട്ടിക്കിടന്നു മന്ദം കരഞ്ഞു തുടങ്ങിനാൻ. പതുക്കെ കരഞ്ഞെന്നുള്ളു. എന്താ സാധാരണ ഒരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ അതുപോലെ, കാരണം കംസൻ്റെ ഭടന്മാരൊന്നും ഉറക്കം എണീക്കരുത്. അങ്ങനെ പതുക്കെ സാധാരണ രീതിയിൽ കരഞ്ഞു കുഞ്ഞായിട്ട്. കാരണം ഉറക്കം എണ്ണിട്ട് മറ്റവരറിഞ്ഞാൽ ഭഗവാന്റെ അതിനുമ്പാട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ. നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ബാക്കി എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.